ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മെർബോ തടിയിലെ ജനൽ വാതിലും കംപ്ലീറ്റ് ഇന്നത്തെ വർക്കോട് കൂടി നമ്മൾ കംപ്ലീറ്റ് വർക്കും തീരുകയാണ്. ഞാൻ 2 ദിവസത്തിന് മുൻപേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇതിൻ്റെ കനവും വീതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് 4 ഇഞ്ച് വീതിയും 2.25 ഇഞ്ച് കനവുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2.5 ഇഞ്ച് കനവും 4 ഇഞ്ച് വീതിയാണ് തടിയുടെ സൈസ് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് തിരുത്തുകയാണ്. 2.5 ഇഞ്ചാണ് കനം, 4 ഇഞ്ച് വീതിയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമ്മളിതിൽ കൊടുത്തിട്ടുള്ള കമ്പിയല്ല, സ്ക്വയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. 3/4 ഇഞ്ച് കനത്തിനുള്ള സ്ക്വയർ പൈപ്പ്. ത്രൂ ആറ്റല്ല, സ്ട്രെയിറ്റും അല്ല കൊടുത്തിട്ടുള്ളത്, ഡയമണ്ട് മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അത് പണിക്ക് പണി ചെയ്യാൻ ശകലം കൂടുതലാണ്. അതുമാത്രമല്ല, ഈ തടി നല്ല ഹാർഡ് തടിയാണ്. നമ്മൾ ആഞ്ഞിലും ബാക്കിയുള്ള നാടൻ മരങ്ങളെ അപേക്ഷിച്ച് നല്ല ഹാർഡ് തടിയാണ്. പണിക്കും ഭയങ്കര നല്ല ടെമ്പർ കൂടിയ തടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പണിക്കൂലി, നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പണിക്കൂലി അത് പറയുന്നതിന് മുമ്പ് 2 ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഞ്ഞിൽ തടി സൈറ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റിനെ പറ്റി ഞാൻ പറയല്ല, കമൻറ്റ് അത് നമ്മളെപ്പോലെ പണി ചെയ്യുന്നൊരു പാവമാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി പറയുന്ന ഇതാണ്, നമ്മൾ റേറ്റ് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും. ഒരു പുതുതായിട്ട് വീട് വയ്ക്കുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയാണ് ഞാൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കൂലിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കൂലിയാണ്, അതിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കൂലിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 4500 രൂപയാവും ഒരു കട്ടളപ്പടിക്ക്. ഈ മെർബോ തടിയിലൊരു കട്ടളപ്പടിക്ക് 4500 രൂപയാവും ഒരു കട്ടളപ്പടി ഒന്നിന്. നമുക്കതിപ്പോൾ 3900-ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ഈ മെർബോ തടിയിലെ വാതിലിൻ്റെ ഒരു കൂലി. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. എല്ലാം വിശദമായിട്ടുള്ള